ദൈവം നൽകുന്ന വെളിപ്പാടുകൾ, പ്രവചനങ്ങൾ, സന്ദേശങ്ങൾ എല്ലാം എല്ലാവരോടും പറയരുത്. ഒറ്റവാക്കി പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയരുത്. രഹസ്യമായിട്ട് വയ്ക്കേണ്ടത് രഹസ്യമായിട്ട് വയ്ക്കണം. വേണോ? ഇനി ഈ പ്രവാചകൻ പറഞ്ഞതിൻ്റെ ദുരന്തഫലം ഞാൻ വായിച്ചു കേൾപ്പിക്കാം നിങ്ങളെ. ആ പ്രവാചകൻ ഏറ്റുവാങ്ങേണ്ടി വന്ന ദുരന്തം, അതിൻ്റെ ബാക്കി നമ്മൾ കാണുന്നുണ്ട്. ആ പ്രവാചകനോട് കർത്താവ് പറഞ്ഞിരുന്നു, വന്ന വഴിയെ പോകരുത്, ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇങ്ങനെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം അവിടെ രാജാവിൻ്റെ മുൻപിൽ, അവിടെ ഉണ്ടായിരുന്നതിന് മുമ്പിൽ ഈ പ്രവാചകൻ പറഞ്ഞു. ഈ പ്രവാചകന് അത് പറയണ്ടായിരുന്നു. പ്രവാചകൻ പറഞ്ഞാൽ മതിയായിരുന്നു, എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ്, അല്ല ഞാൻ എൻ്റെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞ് പോയാൽ മതിയായിരുന്നു. പക്ഷേ കർത്താവ് പറഞ്ഞു എന്ന് പറഞ്ഞ്, കർത്താവ് പറഞ്ഞൊരു കാര്യം അവിടെ പറയുക. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങൾ, ദൈവം തരുന്ന വെളിപ്പാടുകൾ, സന്ദേശങ്ങൾ, അത് എല്ലാം എല്ലാവരോടും പറയാൻ പാടില്ല. ചിലത് നമ്മോട് മാത്രം കർത്താവ് സംസാരിച്ച ഇത് വേറെ ആരോടും പറയരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ വ്യക്തിപരമായ, ഇത് ആത്മീയ കാര്യത്തിൽ മാത്രമല്ല, ഭൗതിക കാര്യത്തിലും എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയരുത്. ശരിയാണോ? ആണോ? ശരിയാണോ? ചേട്ടന്മാരെന്ന് പറയുന്നു ശരിയാണ്. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയരുത്. പറയണമെങ്കിൽ വളരെ അത്യാവശ്യക്കാരോട് മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് തന്നെ ദോഷമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇന്ന് ആധുനിക ശാസ്ത്രമൊക്കെ വളർന്ന് നമുക്കറിയാം, യൂട്യൂബ്, മീഡിയ, ഫേസ്ബുക്ക്, ഇത് എല്ലാം ഉണ്ട്, ഇൻസ്റ്റഗ്രാം, അങ്ങനെ പല പരിപാടിയുണ്ട്. അപ്പം അങ്ങനെ ഈ ആധുനിക മീഡിയ, സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ ആളുകൾ എന്തൊക്കെയല്ലേ ഉള്ളതും ഇല്ലാത്തതും ആവശ്യമുള്ളതൊക്കെ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പരസ്യമാക്കുന്നുണ്ട്. ഉണ്ട്. ഒരു കാര്യമില്ല. നിങ്ങളിപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, കന്യാകുമാരിക്ക് ഒരു ട്രിപ്പ് പോകാമെന്ന് വെച്ചു. അവിടെ ചെന്ന് നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു, എന്നിട്ട് ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ, അവിടെ ഇവിടെ എല്ലാ ഫോട്ടോകളുണ്ട്. ഞങ്ങളിപ്പോൾ കന്യാകുമാരിയിലാണ്, വിവേകാനന്ദ പാറയിലാണ്. ആരുടെയും പറയേണ്ട കാര്യമുണ്ടോ? ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. ഒരാവശ്യമില്ല. ഉണ്ടോ? ഇല്ല. പറയേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. അപ്പം ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതായത് മീഡിയയിലൂടെ നമ്മളിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പലരും ചെയ്യാറുണ്ട്, ഒരാവശ്യമുള്ള കാര്യങ്ങളല്ല. ഇത് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ ഓരോരുത്തരും. അതായത് ഇതിലൂടെയൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ള സമാധാനം കൂടി പോകും. നമ്മുടെ സമാധാനം കളയാതിരിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് മറച്ചു വയ്ക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. ഈ അടുത്ത ദിവസം ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മക്കളിൽ ഒരാളുടെ വിവാഹമൊക്കെ ഇങ്ങനെ ഏകദേശമൊക്കെ ഇങ്ങനെ ആലോചനയിലാണ്, ഏകദേശമൊക്കെ ഉറപ്പായിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു, എന്താ ആരോടും പറയാത്തത്? പറയേണ്ട ആവശ്യമില്ല. പറഞ്ഞ് അതൊരു പബ്ലിസിറ്റി ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോടും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. 100% കറക്റ്റാണ്. ഒരു വിവാഹം ആലോചിച്ച് കഴിയുമ്പോൾ തന്നെ നാട്ടുകാർ മൊത്തം വിളിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. നാട്ടുകാരൊക്കെ എങ്ങനെ ഉള്ളവരാണെന്ന് അറിയാൻ പറ്റുമോ? അയൽക്കാരെങ്ങനെയുള്ളവരാണെന്ന് അറിയാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. എത്രയോ വിവാഹങ്ങൾ മുടങ്ങുന്നു, അല്ലെ? എത്രയോ പേരുടെ ജീവിതത്തിൽ അനുഗ്രഹം നഷ്ടമായിട്ട് തീരുന്നു. ഞാൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും എല്ലാവരും പറയരുത്. ഇത് വളരെ സൂക്ഷിക്കണം. നമ്മൾ രഹസ്യമായിട്ട് വയ്ക്കേണ്ട കാര്യം രഹസ്യമായിട്ട് തന്നെ വയ്ക്കണം. വേണം. നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചു, അത് പലരോട് പറയേണ്ട കാര്യമില്ല. ആ ഒരു ശൈലിയെ മാറ്റണം. ഞാനിത് പറയാൻ കാര്യം,
ചിലരുടെ ജീവിതത്തിലുണ്ടായ ചില ദുരന്തങ്ങൾ അടുത്ത നാളിലൊക്കെ അറിയാൻ പറ്റി, ജീവിതത്തിലെ തകർച്ചകളും ചില കാര്യങ്ങളൊക്കെ. അപ്പം തന്നെ തീരുമാനിച്ചു ഇങ്ങനെ ഒരു മെസ്സേജ് ഇവിടെ പറയണമെന്ന് വിചാരിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാ കാര്യങ്ങളും എല്ലാവരോടും വെളിപ്പെടുത്തി നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തരുത്. നമുക്ക് വരാനുള്ള അനുഗ്രഹത്തെ നമ്മൾ തടയരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വരാനുള്ള അനുഗ്രഹത്തെ തടയുന്നതാവും ചില ആവശ്യമില്ലാത്ത പറച്ചിലുകളൊക്കെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ഈ ദൈവദാസൻ പറയുക, ദൈവമായ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കരുത്, മറ്റൊരു വഴിയെ പൊക്കോണം. ഇത് ഈ പ്രവാചകന് പറയേണ്ട ഒരാവശ്യമില്ലായിരുന്നു. ഉണ്ടായിരുന്നോ? പ്രവാചകൻ ദൈവം കൊടുത്ത ഒരു വെളിപ്പെടുത്തൽ അവിടെ പരസ്യമായിട്ട് പറഞ്ഞു. ഇനി അതിൻ്റെ ദുരന്തം, അത് ഭയങ്കര ദുരന്തമായിപ്പോയി. തുടർന്ന് നമ്മൾ കാണുകയാണ്, പ്രവാചകൻ മറ്റൊരു വഴിക്ക് മടങ്ങിപ്പോയി. അക്കാലത്ത് ബേതേലിൽ ഒരു വൃദ്ധ പ്രവാചകൻ ഉണ്ടായിരുന്നു. ഒരു വൃദ്ധനായ പ്രവാചകൻ ഉണ്ടായിരുന്നു. ആ പ്രവാചകൻ വ്യാജം പറയുന്ന പ്രവാചകനായിരുന്നു. അവൻ്റെ പുത്രന്മാർ വന്ന് ദൈവപുരുഷൻ ചെയ്ത കാര്യങ്ങളും രാജാവിനോട് പറഞ്ഞ വിവരങ്ങളും പിതാവിനെ അറിയിച്ചു. അവൻ അവരോട് ചോദിച്ചു, ഏത് വഴിക്കാണ് അവൻ പോയത്? യൂദയായിൽ നിന്നുള്ള ദൈവപുരുഷൻ പോയ വഴി പുത്രന്മാർ അവന് കാട്ടിക്കൊടുത്തു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കഴുതയ്ക്ക് ജീനിയിടുവിൻ. അവർ ജീനിയിട്ടു. അവർ കഴുതപ്പുറത്ത് കയറി. ദൈവപുരുഷൻ പോയ വഴിയെ അവൻ തിരിച്ചു. ഒരു ഓക്ക് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അവൻ ഇരിക്കുന്നത് കണ്ട് ചോദിച്ചു, അങ്ങാണോ യൂദയായിൽ നിന്ന് വന്ന ദൈവപുരുഷൻ? ഞാൻ തന്നെ. അപ്പോൾ ഈ വൃദ്ധനായ ദൈവപുരുഷൻ പോയി അന്വേഷിച്ച് മറ്റേ ആ പ്രവാചകനെ കാണുകയാണ്. ഇനി കണ്ടോ, അടുത്ത പോകുന്ന പോക്ക് കണ്ടോ, ഞാൻ തന്നെ. അവൻ പ്രതിവച്ചു, അങ്ങ് എന്നോടൊപ്പം വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുക. അങ്ങ് എന്നോടൊപ്പം വന്ന് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുക എന്ന് അവൻ ദൈവപുരുഷനോട് പറഞ്ഞു. അവൻ പ്രതിവച്ചു, എനിക്ക് അങ്ങയോടുകൂടെ വരാനോ വീട്ടിൽ കയറാനോ അവിടെ വെച്ച് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാനോ പാടില്ല. ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയോ പോയ വഴി മടങ്ങുകയോ ചെയ്യരുതെന്ന് കർത്താവ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അവിടെയും കർത്താവ് കൊടുത്ത ആ വെളിപ്പെടുത്തൽ തുറന്നു പറയുക. ഈ വൃദ്ധ പ്രവാചകനോട് പറയുകയാണ്. വൃദ്ധൻ പറഞ്ഞു, ഞാനും നിന്നെപ്പോലെ ഒരു പ്രവാചകനാണ്. ദൂതൻ വഴി കർത്താവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ദൂതൻ വഴി കർത്താവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ അവനെ നീ വീട്ടിൽ കൊണ്ടുവരിക. അവൻ പറഞ്ഞത് വ്യാജമായിരുന്നു. ദൈവപുരുഷൻ അവനോടൊപ്പം വീട്ടിൽ ചെന്ന് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. ഇവിടെ രണ്ട് പ്രവാചകന്മാർ. ഒരു പ്രവാചകൻ ജെറോബോവാമിന്റെ മുൻപിൽ വെച്ച് പറഞ്ഞത് ഒരു അടയാളമായിട്ട് സംഭവിച്ചു. ഈ പ്രവാചകനെ മറ്റൊരു പ്രവാചകൻ കെണിയിൽപ്പെടുത്തുക ആണ്. എല്ലാ കാര്യവും എല്ലാവരോടും പറയരുത്. ഈ ഒരു മെസ്സേജ് ആ പ്രവാചകന് മാത്രം കർത്താവ് കൊടുത്തതായിരുന്നു. ആ പ്രവാചകന് മാത്രം കർത്താവ് കൊടുത്ത ഒരു മെസ്സേജായിരുന്നു. ഈ വൃദ്ധ പ്രവാചകനോട് പറഞ്ഞു, ഞാൻ എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കാനോ വന്ന വഴിയെ പോകാനൊന്നും പാടില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ വൃദ്ധ പ്രവാചകൻ എന്താ പറഞ്ഞത്? കർത്താവിൻ്റെ ദൂതൻ വഴി ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്നെ കൊണ്ടുവന്ന് ഭക്ഷണം തരാനായിട്ട്. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, അവൻ പറഞ്ഞത് വ്യാജമായിരുന്നു. വൃദ്ധപ്രവാചകൻ പറഞ്ഞത് വ്യാജമായിരുന്നു. വൃദ്ധപ്രവാചകൻ പറഞ്ഞത് തെറ്റാണ്, ഗൗരവമേറിയ തെറ്റാ വൃദ്ധപ്രവാചകൻ ചെയ്ത്. നല്ല സത്യസന്ധരായ പ്രവാചകന്മാരുമുണ്ട്, കള്ളപ്രവാചകന്മാരുമുണ്ട്. അത് ഈ കാലഘട്ടത്തിൽ യൂട്യൂബിനകത്ത് നോക്കിയാൽ മതി. കള്ളപ്രവാചകന്മാരെയും വ്യാജപ്രവാചകന്മാരെയൊക്കെ ധാരാളമായിട്ട് നമുക്ക് യൂട്യൂബിൽ കാണാനായിട്ട് സാധിക്കും. ഇന്നലെ എന്നെ യൂട്യൂബിനകത്ത് വളരെ ആവശ്യമായിട്ട് ഞാനെന്തോ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു
ഒരു വ്യക്തി അതിനകത്തൊരു എൻ്റെ ഹെഡിങ് മെസ്സേജാണ്, ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി നിങ്ങളുടെ സകല കാര്യങ്ങളും നടക്കും. ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി നിങ്ങളുടെ സകല കാര്യങ്ങളും നടക്കും. വലിയ ഹെഡിങ് തമ്മിലിൽ ഇത്. എന്നിട്ട് ആ വ്യക്തിയുടെ ഫോട്ടോയൊക്കെ ഉണ്ട്. ആ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഒരു കാര്യം നടക്കത്തില്ല. ഇവിടെ ആഴ്ചകളായിട്ട് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നു, കൊന്തയിൽ പ്രാർത്ഥിക്കുന്നു, മുട്ടയെ നീന്തി പ്രാർത്ഥിക്കുന്നു, മിറ്റിലെ നിന്ന് പ്രാർത്ഥിക്കുന്നു, കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്നിട്ടും കാര്യങ്ങൾ നടക്കാൻ എന്തരെയാ പാടുപെടുന്നത്? ശരിയാണോ? ആണോ? അതെ. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ യൂട്യൂബ് ആധ്യാത്മികത വലിയ ഒരു അപകടത്തിലേക്ക് ജനത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇന്നലെ ഞാൻ അത് ഹെഡിങ് കണ്ടിട്ട് എനിക്ക് ചിരി വന്നു. ഈ ഒരു പ്രാർത്ഥന ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ മതി നിങ്ങളുടെ സകല കാര്യങ്ങളും നടക്കും. അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഒരു പ്രാവശ്യമല്ല, 1000 പ്രാവശ്യം പ്രാർത്ഥിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. മനുഷ്യനെ കെണിയിൽ വീഴ്ത്താനായിട്ട് അല്ലെങ്കിൽ ലൈക്ക് കിട്ടാനായിട്ട്, തങ്ങളുടെ വീഡിയോ കൂടുതൽ ആളുകൾ കാണാനായിട്ട് ഇതുപോലെയുള്ള ഹെഡിങ്ങുകൾ കൊടുത്ത് ധാരാളം ആളുകൾ യൂട്യൂബിൽ ഇങ്ങനെ ഓരോന്നിടുന്നുണ്ട്. വിശ്വസിക്കണ്ട. അത് വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ അത് കണ്ടിട്ട് വലിയ സന്തോഷമായി. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ മതി കാര്യം നടക്കുമെന്ന്. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു, ഒരു കാര്യം നടക്കുകയില്ല. അങ്ങനെ ചിന്തിക്കരുത്. ഒരു ആൾ പറയുന്നു ഒരു പ്രാവശ്യം മാത്രം പ്രാർത്ഥിച്ചാൽ മതി കാര്യം നടക്കും. അങ്ങനെ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആണോ? അല്ലേ? അതെ. നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാവണം. നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ ദൈവമായിട്ട് വലിയ ഒരു ബന്ധത്തിൽ വരണം. മാനസാന്തരപ്പെടണം. പാപങ്ങളെ ഉപേക്ഷിക്കണം. പാപദുശീലങ്ങൾ ഉപേക്ഷിക്കണം. ദൈവത്തിലേക്ക് നമ്മൾ വരണം. അല്ലാതെ ഒരാൾ ഒരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചു കാര്യം നടക്കും, അങ്ങനെയെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഒരു തെറ്റായ ആധ്യാത്മികതയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇപ്പോഴും വിശുദ്ധ കുർബാനയ്ക്ക് ദേവാലയത്തിൽ പോകാതെ യൂട്യൂബിനകത്ത് വിശുദ്ധ കുർബാന കാണുന്ന വ്യക്തികളുണ്ട്. അത് മതിയെന്നാണ് പറയുന്നത്. വിശുദ്ധ കുർബാന യൂട്യൂബിനകത്ത് ഇന്ന് കണ്ടാൽ മതി. ഹല്ലേലൂയ. മതിയോ? പോരാ. അങ്ങനെ യൂട്യൂബിൽ കുർബാന കൊണ്ടിട്ട് ഈശോയെ സ്വീകരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ അത് ഒരു ശരിയായ കാഴ്ചപ്പാടല്ല. ഇനി യൂട്യൂബിനകത്ത് നിങ്ങൾ ശുശ്രൂഷ കാണുന്ന വല്ലപ്പോഴുമൊക്കെ ഒരു പ്രസംഗം കേൾക്കുന്നത് ഒരിക്കലും തെറ്റല്ല. ഈ പ്രസംഗങ്ങൾ നമ്മുടെ ജീവിതത്തെ മാറ്റം വരുത്തുന്നുണ്ടോ? മാനസാന്തരപ്പെടുത്തുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിന് ഫലമാകുന്നുണ്ടോ? ചിന്തിക്കണം. അനേകർ മണിക്കൂറുകൾ പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്, എന്നിട്ട് ജീവിതത്തിൽ എന്താ മാറ്റമുള്ളത്? ജീവിതത്തിൽ മാറ്റമുണ്ടാകണമെങ്കിൽ ആ വ്യക്തിക്ക് ശക്തമായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവണം, ദൈവാനുഭവം ഉണ്ടാവണം. അപ്പോൾ ദൈവ സാന്നിധ്യത്തിലും ദൈവാനുഭവത്തിലുമാണ് മനുഷ്യന് മാറ്റമുണ്ടാവുന്നത്. ആ മാറ്റത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അമിതമായിട്ട് യൂട്യൂബിലെ പ്രോഗ്രാമുകൾ കണ്ടു വെറുതെ സമയം നഷ്ടപ്പെടാതിരിക്കുന്നത് നല്ലതായിരിക്കും. വളരെ ശ്രദ്ധിക്കുക. ഒറ്റമൂലികളാണ് ഇപ്പോൾ യൂട്യൂബിൽ നിറച്ച്, ആധ്യാത്മികതയുടെ ഒറ്റമൂലികൾ. ഒരു കാര്യമില്ല. മാനസാന്തരപ്പെടണം, നല്ല കുമ്പസാരം വേണം, വിശ്വകുർബാന പങ്കെടുക്കണം, മണിക്കൂറുകൾ ഇന്ന് പ്രാർത്ഥിക്കണം, ജപമാല ചെല്ലണം. ഇതൊക്കെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇതല്ലാതെ ഒറ്റമൂലി പ്രയോഗത്തിൻ്റെ പുറകെ നിങ്ങൾ പോയിട്ടോ നമ്മൾ ആര് പോയിട്ടും ഒരു കാര്യമില്ല. ഹല്ലേലൂയ. അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഹല്ലേലൂയ. ഇവിടെ സംഭവിക്കുകയാണ്, ഈ വൃദ്ധപ്രവാചകൻ ഒരു നുണ പറയുക. മറ്റേ പ്രവാചകനോട്, യൂദയായിൽ നിന്ന് പ്രവാചകനോട് പറഞ്ഞു, ദൈവമായ കർത്താവിൻ്റെ ദൂതൻ വഴി ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ട്, അങ്ങയെ കൊണ്ടുപോയി ഭക്ഷണം തരാനൊക്കെ ആയിട്ട്. അത് പറഞ്ഞത് വ്യാജമായിരുന്നു. ഇത് ഈ പ്രവാചകൻ വിശ്വസിച്ച് ആ വൃദ്ധ പ്രവാചകൻ്റെ വീട്ടിൽ പോയി. അവിടെ ചെന്ന് നന്നായിട്ട് ഭക്ഷണം കഴിച്ചു. ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കർത്താവ് എന്താ പറഞ്ഞത്? ഭക്ഷണം കഴിക്കരുത്, വന്ന വഴിയെ പോകരുത്.
ഇവിടെ ഈ വൃദ്ധപ്രവാചകൻ ഈ പ്രവാചകനോട്, യൂദയായിൽ നിന്ന് വന്ന പ്രവാചകനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞാൽ മതി, എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് ഭക്ഷണം വേണ്ട, ഞാൻ കഴിക്കുന്ന ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. ആ കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ വൃദ്ധപ്രവാചകൻ അതേ ഇതിൽ തന്നെ, നാണയത്തിൽ തന്നെ ഒരു നുണ പറയുക. ആ നുണ പ്രവാചകൻ വിശ്വസിച്ച് അക്കൂടെ പോയി ഭക്ഷണം കഴിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഭക്ഷണത്തിന് ഇനി അടുത്ത് കേട്ടു, ഭക്ഷണം കഴിച്ചു. ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ദൈവപുരുഷനെ വിളിച്ചുകൊണ്ടുവന്ന പ്രവാചകന് ഉണ്ടോ, ദൈവപുരുഷനെ വിളിച്ചുകൊണ്ടുവന്ന പ്രവാചകന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. അവൻ യൂദയായിൽ നിന്ന് വന്ന ദൈവപുരുഷനോട് ഉച്ചത്തിൽ പറഞ്ഞു, നീ കർത്താവിൻ്റെ വചനം ശ്രവിച്ചില്ല, കർത്താവായ ദൈവം നിന്നോട് കൽപ്പിച്ചതുപോലെ നീ പ്രവർത്തിച്ചതുമില്ല. നീ തിരിച്ചു വരികയും ഭക്ഷണമാന്യങ്ങളെ കഴിക്കരുതെന്ന് അവിടുന്ന് കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് വെച്ച് നീ ഭക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് നിന്റെ ജഡം നിന്റെ പിതാക്കന്മാരുടെ കൂടെ സംസ്കരിക്കപ്പെടുകയില്ലെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. അനുസരണക്കേട് കാണിച്ച നിമിഷം തന്നെ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി, ശിക്ഷ വരിക. യൂദയായിൽ നിന്ന് പ്രവാചകന് മേൽ ശിക്ഷ വീണു. നിന്റെ ജഡം പിതാക്കന്മാരുടെ കൂടി അടക്കപ്പെടുകയില്ല. പിന്നീട് സംഭവിക്കുന്നതറിയോ? ഭക്ഷണമൊക്കെ കഴിച്ച് ഈ പ്രവാചകൻ, ഈ യൂദയായിൽ നിന്ന് പ്രവാചകൻ പോകുന്ന വഴി ഒരു സിംഹം കടന്ന് ആക്രമിച്ച് കൊന്നു വലിച്ചു കീറി പ്രവാചകനെ. വൃദ്ധപ്രവാചകൻ ഇതറിഞ്ഞിട്ട് നിലവിളിക്കുന്നുണ്ട്. എന്നിട്ട് പ്രവാചകൻ്റെ മക്കളുടെ കൂടി ഈ യൂദയായിൽ നിന്ന് പ്രവാചകനെ സംസ്കരിച്ചു. എന്നിട്ട് ഈ വൃദ്ധപ്രവാചകൻ മക്കളോട് പറയുന്നു, എന്നെയും ഇവിടെ അടുത്ത് തന്നെ സംസ്കരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഈ വചനഭാഗത്ത് വലിയ ഒരു പാഠം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകിയ, ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന സന്ദേശങ്ങൾ, വെളിപ്പാടുകൾ, പ്രവചനങ്ങൾ എല്ലാം എല്ലാവരോടും പറയരുത്. ഹല്ലേലൂയ. എല്ലാം എല്ലാവരോടും പറയരുത്. ആവശ്യമുള്ളത് വളരെ അത്യാവശ്യം കർത്താവിൻ്റെ ആത്മാവ് ഇവിടെ ചോദിച്ചിട്ട് പറയേണ്ടത് മാത്രം പറയുക, അല്ലാത്തത് മിണ്ടുവാനായിട്ട് പാടില്ല. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.